കഥയുടെ തുടക്കത്തിൽ കൊടും കാട്, ആ കാട്ടിൽ ഒരു ഗുഹ, ആ ഗുഹയ്ക്കുള്ളിൽ ഒരു അച്ഛനും മകളും. അച്ഛൻ മകൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുഹയുടെ പുറത്ത് എന്തോ വലിയ ശബ്ദം കേട്ടു. ആ അച്ഛൻ ഒരു തോക്കുമായിട്ട് ആ ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഏതോ ഒരു മൃഗം ആ അച്ഛനെ അയാളുടെ മകളുടെ മുന്നിലിട്ട് തന്നെ കടിച്ചു കീറി കൊന്നു. അവിടെ വെച്ച് സീൻ കട്ടാം. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരിടത്ത്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ ബാസ്കി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബോസ് പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് പ്രോജക്റ്റിലെ ലാൻഡ് സർവേ പൂർത്തിയായി. അവിടത്തെ കാടുകളിലെ ഭൂമി ഏറ്റെടുക്കൽ അത്ര എളുപ്പമായിരിക്കില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ ജോലി പൂർത്തിയാക്കി മടങ്ങി വരാം എന്ന് പറഞ്ഞ് ബാസ്കി അവിടെ നിന്ന് ഇറങ്ങും. ഇവനാണ് ബാസ്കിയുടെ കസിൻ ജനാദൻ. ആള് IAS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാസ്കിയും ജനാദനും നേരെ അരുണാചൽ പ്രദേശിലേക്ക്. അരുണാചലിൽ അവരെ സ്വീകരിക്കാനായിട്ട് ബാസ്കിയുടെ ഫ്രണ്ട് ജോ എത്തി. കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥലത്തെത്തും. അവിടെ തന്നെയാണ് താമസ സ്ഥലവും ജോ ഒരുക്കിയിരിക്കുന്നത്. ഡോറ് തുറന്ന് വീടിനകത്തേക്ക് കയറുമ്പോൾ ബാസ്കി പറഞ്ഞു, എന്തോ ഒന്ന് അവിടെ അനങ്ങുന്നുണ്ട്. ജോ പറഞ്ഞു, പേടിക്കണ്ട, അത് വവ്വാലാണ്. സർവന്റ് വന്ന് ലൈറ്റ് ഇടും. വെട്ടം വന്നതും ആ വവ്വാല് പുറത്തേക്ക് പറന്നു. ഉടൻ തന്നെ അവരുടെ വീട്ടിന് മുകളിലായി കുറച്ചധികം വവ്വാലുകൾ കൂട്ടം കൂടി പറക്കാൻ തുടങ്ങി. ഇതെല്ലാം കുറച്ച് അകലെ നിന്ന് ഒരു ചെന്നായി നോക്കി കാണുന്നുണ്ട്. അടുത്ത ദിവസം അവർ ഒരു ഓഫീസിലേക്ക് കടന്നു വന്നു. ജോ പരിചയപ്പെടുത്തി, ഇതാണ് ലൈസനിങ് ഓഫീസർ പാണ്ഡാജി. പാണ്ഡാജിയോട് ബാസ്കി പറഞ്ഞു, ഈ നാട്ടിൽ റോഡ് നിർമ്മിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ ഞങ്ങളുടെ കമ്പനിക്കായി കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കാനും. അവരെല്ലാവരും ആ ഓഫീസിനുള്ളിലേക്ക് കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ബാസ്കി പറഞ്ഞു, നിങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണിത്. നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാടിന്റെ നടുവിലൂടെ റോഡ് പോകുന്നു. കാടിലൂടെ വഴിവെട്ടണമെന്ന് കേട്ടപ്പോൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സീനിയർ എഞ്ചിനീയർ നോരി ചോദിച്ചു, കാടിന്റെ അതിർത്തിയിലൂടെയാണ് നമ്മൾ റോഡ് ഉണ്ടാക്കുന്നതെങ്കിൽ കാട് വെട്ടിത്തെളിക്കേണ്ടി വരില്ലല്ലോ. ബാസ്കി പറഞ്ഞു, 100 രൂപയുടെ ജോലി 10 രൂപയ്ക്ക് തീർക്കുകയാണെങ്കിൽ 90 രൂപ നമുക്ക് ലാഭം കിട്ടും. ആ 90 നമുക്ക് എല്ലാവർക്കും വീതിച്ചെടുക്കാം. ലാഭം കിട്ടുമെന്ന് കേട്ടപ്പോൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒട്ടുമുക്കാൽ പേരും ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തു. അതിലൊരാൾ പറഞ്ഞു, കാട്ടിൽ താമസിക്കുന്ന ട്രൈബൽസ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരെ സമ്മതിപ്പിക്കേണ്ട ചുമതല ബാസ്കി നിങ്ങൾക്കാണ്. പാണ്ഡാജി പറഞ്ഞു, ഈ ട്രൈബൽസ് 20 തലമുറയ്ക്ക് മുൻപേ ഈ കാട്ടിൽ താമസിക്കുന്നവരാണ്. അവരുടെ വീട്, വസ്ത്രം, ദൈവവുമൊക്കെ ഈ കാടാണ്. അതുകൊണ്ട് തന്നെ അവർ അത്ര പെട്ടെന്ന് അവരുടെ ഭൂമി വിട്ടുതരുമെന്ന് തോന്നുന്നില്ല. അടുത്ത ദിവസം തന്നെ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നവരുടെ സപ്പോർട്ടോടുകൂടി ബാസ്കിയും ടീമും കാട് വെട്ടിത്തെളിക്കാനുള്ള പണി ആരംഭിക്കും. ബാസ്കിയും സിമ്പന്തികളും തിരിച്ച് വീട്ടിലേക്ക്. കാറിലിരുന്ന് പാണ്ഡാജി പറഞ്ഞു, ബാസ്കി, നിങ്ങൾ ഈ പ്രോജക്റ്റ് നല്ലോണം മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ഈ കാടിനെ പറ്റി മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അയാൾ തുടർന്നു, ഈ കാട്ടിൽ ഇതുവരെ എന്തുകൊണ്ടാണ് റോഡ് ഉണ്ടാകാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കാട്ടിനുള്ളിൽ യാപ്പുമുണ്ട്. ഇത് കേട്ടുടനെ ജോ പറഞ്ഞു, യാപ്പും ഇവിടെയുള്ള ആൾക്കാരുടെ കെട്ടുകഥയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കുഴപ്പിക്കേണ്ട. ജൊനാഥൻ ചോദിച്ചു, യാപ്പും എന്ന് വെച്ചാൽ എന്താണ്? പാണ്ഡാജി പറഞ്ഞു, കാടിനെ കാവൽ ചെയ്യുന്ന വൈറസാണ് യാപ്പു. ബാസ്കി പറഞ്ഞു, പാണ്ഡാജി, പണം കൊണ്ട് ഈ വൈറസിനെയൊക്കെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ലോക്കൽസുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തരൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് ജോ കാർ ബ്രേക്ക് ചെയ്യും. അവർ നോക്കുമ്പോഴേക്കും ഒരു മലമ്പാമ്പ് റോഡ് ക്രോസ് ചെയ്തു പോകുന്നു. ബാസ്കി പറഞ്ഞു, നീ എന്തിനാണ് വണ്ടി നിർത്തിയത്? അതിന്റെ മുകളിലൂടെ കയറ്റി അങ്ങ് പോയാ പോരായിരുന്നു. ഇത് കേട്ട പാണ്ഡാജിക്ക് മനസ്സിലായി, നായകൻ ബാസ്കിക്ക് പ്രകൃതിയോട് യാതൊരു കമ്മിറ്റ്മെന്റോ മറ്റ് ജീവജാലങ്ങളോട് ഒരു തരത്തിലുള്ള ഇഷ്ടമോ ഇല്ല എന്ന്. അയാൾ പറഞ്ഞു, നമ്മൾ അതിനെ ഒന്നും ചെയ്യാതിരുന്നാൽ അത് നമ്മളെയും ഒന്നും ചെയ്യില്ല. കാട് ഇതുപോലെയുള്ള ജീവജാലങ്ങൾക്കുള്ളതാണ്. നിങ്ങളാണ് പുറത്തുനിന്ന് ഈ കാട്ടിലേക്ക് വന്നത്. ഇത്രയും പറഞ്ഞ ശേഷം അയാൾ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്റെ വീട് തൊട്ടടുത്താണ്, ഞാൻ നടന്നു പൊക്കോളാം. അപ്പോഴേക്കും ജോനാഥൻ വിളിച്ചു പറഞ്ഞു, ബാസ്കി അങ്ങോട്ട് നോക്ക്, ചൈനീസ് എരുമ. ബാസ്കിയും അത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് പാണ്ഡാജി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അതിനെ ചൈനീസ് മാടെന്ന് പറഞ്ഞ് കളിയാക്കരുത്. അതിന്റെ പേര് മിഥുൻ എന്നാണ്. അങ്ങനെ വിളിക്കണം. മിഥുനെ ഇൻസൾട്ട് ചെയ്യരുത്, അതിന്റെ ഈഗോ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. കാറിലിരുന്ന് ജോ പറഞ്ഞു, അയാൾ പറഞ്ഞത് ശരിയാണ്. അരുണാചലില് മിഥുനെ ഭക്തിയോടെയാണ് കാണുന്നത്. അതിനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ റോഡിന്റെ നടുവിലായി ഒരു മിഥുൻ വന്ന് നിൽക്കും. ഇത് കണ്ട ജോ കാർ വെട്ടിത്തിരിക്കും. പക്ഷേ അതൊരു തിട്ടപ്പുറത്തിടിച്ച് നിൽക്കും. ജോ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മിഥുനെ കളിയാക്കരുത്, അതിന് ഈഗോ ഹർട്ടാകുമെന്ന്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? അവർ കാർ ശരിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ബാസ്കി പറഞ്ഞു, ജോ, ആ ഭാഗത്ത് എന്തോ കാണുന്നുണ്ട്, അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. സത്യത്തിൽ അവിടെ ഒന്നുമില്ല. അവൻ ജോയെയും ജൊനാഥനെയും പറ്റിച്ചതായിരുന്നു. ബാസ്കിക്ക് ഒരു കോള് വരും. അവന്റെ അപ്പന്റെ റേഞ്ച് കുറവായതിനാൽ റേഞ്ച് കിട്ടുന്ന ഭാഗത്തേക്ക് അവൻ നടക്കും. അങ്ങനെ നടന്ന് കാടിനുള്ളിലേക്ക് അവൻ കയറി. പക്ഷേ സിഗ്നൽ പൂർണ്ണമായും കട്ടായി. അവൻ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കും. കുറച്ചകലെ നിന്ന് ഒരു വലിയ ചെന്നായ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടത്. അവൻ പേടിച്ച് കാടിനുള്ളിലേക്ക് ഓടാൻ തുടങ്ങി. പിന്നാലെ ആ വലിയ ചെന്നായി ഓടുന്ന വഴിക്ക് രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇത് ജോയും ജൊനാഥനും കേൾക്കുന്നുമുണ്ട്. പക്ഷെ അവർ കരുതുക നേരത്തെ പോലെ അവൻ പറ്റിക്കുകയാണെന്നാണ്.
എങ്കിലും ജോ കയ്യിലുള്ള ടോർച്ചടിച്ച് കാടിനുള്ളിലേക്ക് നോക്കുമ്പോൾ ബാസ്കിയെ ഒരു ചെന്നായ ഓടിക്കുകയാണ്. ഇത് കണ്ട് അവര് രണ്ടുപേരും പിന്നാലെ ഓടും. ബാസ്കി കാടിലൂടെ എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ്. പിന്നാലെ ആ വലിയ ചെന്നായെ ഓടിപ്പോകുന്ന വഴിക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം കാണും. അതിലേക്ക് അവൻ ചാടിക്കയറും. മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആ മരം ഒടിഞ്ഞ് താഴേക്ക്. പക്ഷേ അത് ചരിഞ്ഞു നിൽക്കത്തേ ഉള്ളൂ, താഴെ വീഴത്തില്ല. ആ ചെന്നായ അവനെ ചാടി കടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. അവൻ ആ മരത്തിന്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കയറാൻ ശ്രമിച്ചത് ആ മരം കുറച്ചുകൂടെ താഴേക്ക് ചരിഞ്ഞു. ഇതേ സമയം തന്നെ ചെന്നായയും മുകളിലേക്ക് ചാടി. കറക്റ്റ് അവന്റെ ചന്തിക്ക് തന്നെ ആ ചെന്നായയുടെ കടി കിട്ടി. ആ ചെന്നായ കടിച്ചു തൂങ്ങിക്കിടക്കുമ്പോഴേക്കും ജോയും ജോനാഥനും അങ്ങോട്ടേക്ക് എത്തി. അവർ താഴെ കിടന്ന കല്ല് പറക്കി അതിനെ എറിയാൻ തുടങ്ങി. ജോയുടെ ഒന്ന് രണ്ട് എറി പാഴായി പോകുമെങ്കിലും അടുത്ത എറി ആ ചെന്നായയുടെ ദേഹത്ത് തന്നെ കൊള്ളും. ബാസ്കിയെ കടിച്ചിരുന്ന കടി വിട്ട ശേഷം ചെന്നായ കാടിനുള്ളിലേക്ക് ഓടിപ്പോകും. ജോയും ജനാഥനും അവനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ജൊനാഥൻ ചോദിച്ചു, ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ട്? ജോ പറഞ്ഞു, നമുക്ക് ഇവനെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റില്ല. ഇവന്റെ ചന്തിക്ക് ചെന്നായ കടിച്ചെന്ന് ഇവിടെയുള്ള ജനങ്ങൾ അറിഞ്ഞാൽ അത് നമ്മുടെ പ്രോജക്റ്റിനെ തന്നെ ബാധിക്കും. ജോ തുടർന്നു, ഇവിടെ അടുത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട്, അവളും ഡോക്ടറാണ്. തൽക്കാലത്തേന് അവളെ കാണിക്കാം. ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മൃഗഡോക്ടറാണ്. ജോനാഥൻ ചോദിച്ചു, മൃഗഡോക്ടറോ? വേറെ ഡോക്ടേഴ്സ് ആരുമില്ലേ? ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവർ ആ വെറ്റിനറി ക്ലിനിക്കിലെത്തും. ഇവളാണ് ഈ കഥയിലെ നായികയും ഡോക്ടറുമായ അനിക. ജോ അനികയെ കൺവിൻസ് ചെയ്യിച്ച് ബാസ്കിയെ ചികിത്സിപ്പിക്കും. അടുത്ത ദിവസം ബാസ്കി വാഷ്റൂമിൽ പല്ല് തേക്കാൻ നിൽക്കുമ്പോഴേക്കും അവന്റെ ശരീരത്തിന് എന്തൊക്കെയോ മാറ്റം വന്നതായി തോന്നും. പല്ല് കുറെ കൂടെ മൂർച്ചയായതുപോലെ, കണ്ണ് കുറെ കൂടെ ഷാർപ്പായതുപോലെ, സിക്സ് പാക്കായി, മസിലുകൾ ഷേപ്പായി. എന്താണ് സംഭവിച്ചതെന്ന് അവനും മനസ്സിലാവാതെ അതിശയത്തോടെ കണ്ണാടി നോക്കി നിൽക്കുകയാണ്. പാണ്ഡാജി ലോക്കൽസുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. പാണ്ഡാജി ബാസ്കിയെയും ടീമിനെയും ജനങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പാണ്ഡാജി തുടർന്നു, കാടിന് നടുവിലൂടെ റോഡ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഭൂമി ഇവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചിലരുടെ വീടിടിക്കേണ്ടി വരും. അതിനാൽ നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം പറയുക. ഉടൻ തന്നെ ആ ജനങ്ങളെല്ലാവരും ഭൂമി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാസ്കിയെയും ടീമിനെയും വിരട്ടി ഓടിക്കാൻ ശ്രമിക്കും. പുറത്തിറങ്ങിയ ശേഷം പാണ്ഡാജി ബാസ്കിയോട് പറഞ്ഞു, ഇവർ സ്ഥലം വിട്ടു തരുമെന്ന് തോന്നുന്നില്ല. ഉടൻ തന്നെ ബാസ്കി മറുപടി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേറൊരു ഹെൽപ്പ് ചെയ്തു തരിക. ഇവിടത്തെ യുവാക്കളെയെല്ലാം ഒത്തുചേർത്ത് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണം. അടുത്ത ദിവസം പാണ്ഡാജി അവിടത്തെ യുവജനങ്ങളെ എല്ലാം ചേർത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ മീറ്റിംഗിൽ ബാസ്കി പറഞ്ഞു, നിങ്ങൾ ഈ കാടിനുള്ളിൽ മാത്രം താമസിക്കുന്നു, എന്നാൽ ഞങ്ങൾ വന്നിരിക്കുന്നതോ ഈ കാടിലൂടെ റോഡ് പണിത് നിങ്ങളെല്ലാവരെയും മറ്റുള്ള നാടുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടാണ്. എന്നാൽ ഈ കാര്യം ഇവിടത്തെ പഴയ ആൾക്കാർക്ക് മനസ്സിലാകില്ല. ഇവിടെ റോഡ് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. മാളുകൾ വരും, ഇൻഡസ്ട്രീസ് വരും, ഒരുപാട് തൊഴിലവസരങ്ങൾ വരും. ജോ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഈ കാര്യങ്ങളെല്ലാം മുതിർന്നവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ബാസ്കിക്ക് ചുറ്റും നടക്കുന്ന കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ വരെയും അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അരിവാൾ മൂർച്ച കൂട്ടുന്നത്, അങ്ങ് അകലെ കാടിനുള്ളിൽ മരങ്ങൾ കട്ട് ചെയ്യുന്ന സോ മെഷീന്റെ ശബ്ദം. പിന്നെ അവൻ ഇറിറ്റേറ്റ് ആയിട്ട് ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങും. പാണ്ഡാജി ബാസ്കിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഓജ എന്നുള്ള വൈദ്യരുടെ വീട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യരാണ്. 120 വയസ്സുണ്ട്. പാണ്ഡാജി ബാസ്കിയെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോകും. ആ വൈദ്യർ ബാസ്കിയെ പരിശോധിച്ചിട്ട് ഒരു ചെമ്പ് വെള്ളത്തിൽ പിടിച്ചു നോക്കും. അവൻ അതിനുള്ളിൽ ഒരു ചെന്നായുടെ മുഖം കാണും. പേടിച്ചിട്ട് ഇറങ്ങി ഓടും. അവിടെ നിന്ന് നേരെ അനികയുടെ ക്ലിനിക്കിലെത്തും. അനിക അവന്റെ മുറിവ് പരിശോധിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു മുറിവേ ഇല്ല. അത് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. അനിക ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന ആ മുറിവ് കാണുന്നില്ലല്ലോ? ബാസ്കി പറഞ്ഞു, ഇത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചുറ്റുമുള്ള ആൾക്കാരെ രഹസ്യമായി സംസാരിക്കുന്നത് എനിക്ക് നല്ലവണ്ണം കേൾക്കാം. വളരെ ദൂരെയുള്ള വസ്തുക്കളുടെയോ മൃഗങ്ങളുടെയോ സ്മെല്ല് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അനിക പറഞ്ഞു, നീ എന്തായാലും മറ്റാരോടും ഡിസ്കസ് ചെയ്യേണ്ട, രഹസ്യമായി വെക്കുന്നതാണ് നല്ലത്. ഇവിടെയുള്ള ആൾക്കാർക്ക് അന്ധവിശ്വാസം കൂടുതലാണ്. ഞാൻ കുറച്ച് ടാബ്ലറ്റ് എഴുതി തരാം, നീ അത് കഴിച്ചാൽ മതിയാകും. ഇയാളാണ് കോൺട്രാക്ടർ പ്രകാശ്. പ്രകാശ് കഴിയുന്നത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് വാങ്ങിച്ച ശേഷം അയാളുടെ ടെന്റിലെത്തും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെന്റിന് പുറത്ത് എന്തോ വലിയ ശബ്ദം കേൾക്കും. അയാൾ ഒരു ടോർച്ചും വെട്ടുകത്തിയുമായിട്ട് പുറത്തിറങ്ങും. പതിയെ ചുറ്റും ടോർച്ചടിച്ച് പരിശോധിക്കും. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ചെന്നായ അയാളുടെ മുകളിലേക്ക് ചാടി വീണ് അയാളെ കടിച്ചു കീറും. പോക്കറ്റിലുണ്ടായിരുന്ന സൈൻ ചെയ്ത മുദ്രപേപ്പറുകളെല്ലാം അടുത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞു കൈത്തോട്ടിലേക്ക് വീണ് ഒഴുകിപ്പോകും. അടുത്ത ദിവസം ബാസ്കിയും ജോയും ജനാഥനും പ്രകാശിനെ പറ്റിയ അപകടത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർവന്റ് അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തിയ ബാസ്കിയും സിമ്പന്തികളോടും ഒരു പോലീസുകാരൻ ചോദിച്ചു, ഈ കോട്ട് നിങ്ങളുടെ അല്ലേ? ഇത്
പ്രകാശ് ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്, അതും കീറി പറഞ്ഞ രീതിയിൽ. ബാസ്കി പറഞ്ഞു, ഈ ജാക്കറ്റ് പ്രകാശിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പാണ്ഡാജി കയറി വന്നു. പോലീസുകാരൻ പറഞ്ഞു, ഞാൻ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, പാണ്ഡാജി നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും. പാണ്ഡാജി പറഞ്ഞു, ഇവർക്ക് എന്തറിയാം സാർ, ഞാനാണ് ദൃക്സാക്ഷി. പ്രകാശിനെ ആക്രമിച്ചത് ഇവരാരുമല്ല, അത് യാപ്പുമാണ്. പാണ്ഡാജിയെ വിശ്വസിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ബാസ്കിയും സിമ്പന്തികളോടും പൊക്കോളാൻ പറഞ്ഞു. അവർ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് നടക്കുന്ന വഴിയിൽ ബാസ്കി ചോദിച്ചു, ഈ പാണ്ഡാജി പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടാകുമോ? ജോ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല, അയാള് ഇന്നലെ അടിച്ച് പൂസായിട്ട് ഏതോ സിനിമ കണ്ടതാവാനേ സാധ്യതയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ബാസ്കിക്ക് ഒരു വയറുവേദന വരും. അവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ വൊമിറ്റ് ചെയ്യുന്നതെല്ലാം ബ്ലഡ് ആണ്. ജോയും ജൊനാഥനും കൂടെ ബാസ്കിയെ നേരെ അനികയുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരും. അനിക പറഞ്ഞു, അധികമായിട്ട് റെഡ് മീറ്റ് കഴിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വയറുവേദന വന്നത്. ജൊനാഥൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ബാസ്കി റെഡ് മീറ്റ് കഴിക്കില്ല, കാരണം ഇവന്റെ പഴയ കാമുകി ഇവനെ വെജിറ്റേറിയൻ ആക്കി മാറ്റിക്കളഞ്ഞു. അനിക പറഞ്ഞു, തൽക്കാലത്തേന് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇഞ്ചക്ഷൻ എന്ന് കേട്ട ഉടനെ ബാസ്കി പേടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല. ജൊനാഥൻ പറഞ്ഞു, ജോ നീ അവന്റെ കാല് പിടി, ഞാൻ കൈ പിടിച്ചു വെക്കാം. അനിക ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ബാസ്കിയുടെ ഭാവം മാറും. അവൻ അവരിരുന്ന കട്ടില് ഒരറ്റത്തിൽ നിന്ന് പിടിച്ച് ഉയർത്തി നിർത്തും. ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി, കണ്ണില് മാറ്റം, മുഖത്ത് മാറ്റം. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതെല്ലാം കണ്ട് പേടിച്ച് ജോയും ജൊനാഥനും ഇരിക്കുന്നു. ജൊനാഥൻ ജോയോട് പറഞ്ഞു, ബാസ്കിയുടെ അസുഖത്തിന്റെ 7 കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. 1, കാട്ടിൽ വെച്ച് ബാസ്കിയെ മൃഗം കടിച്ചത്. 2, വളരെ പെട്ടെന്ന് മുറിവ് ഉണങ്ങിയത്. 3, ദൂരെയുള്ള മണം പോലും അറിയാൻ പറ്റുന്നത്. 4, ഓജയുടെ വീട്ടിൽ നിന്ന് വെള്ളം കണ്ട് പേടിച്ചോടിയത്. 5-മത്തത് പ്രകാശിനെ ആക്രമിച്ചത്. 6-മത്തത് അവന്റെ ജാക്കറ്റ് കാട്ടിൽ നിന്ന് കിട്ടിയത്. 7-മത്തേത് പിറ്റേ ദിവസം നമ്മുടെ മുന്നിൽ വെച്ച് അവൻ ബ്ലഡ് ഒമിറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നടന്നപ്പോഴാണ് അവന് അമാനുഷികമായ ശക്തി കിട്ടിയത്. അതേസമയം ബാസ്കി പ്രകാശിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലെത്തും. പുറത്തുനിന്ന് ബാസ്കി പ്രകാശിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേ പോലീസ് ഉദ്യോഗസ്ഥനും ഡോക്ടറും അങ്ങോട്ടേക്ക് വരും. അവർ ബാസ്കിയെ അവിടെ നിന്ന് തിടുക്കത്തിൽ പറഞ്ഞുവിടാൻ ശ്രമിക്കും. അതിലെന്തോ ഒരു സംശയം തോന്നിയ ബാസ്കി പോകുന്നതായി ഭാവിച്ചിട്ട് അവിടെ തന്നെ പതുങ്ങി നിൽക്കും. ഡോക്ടർ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, എന്തോ കുഴപ്പമുണ്ട്, കാരണം രാവിലെ ഇയാൾക്കുണ്ടായിരുന്ന മുറിവുകളിൽ പകുതിയോളവും ഇപ്പോൾ ഭേദപ്പെട്ടിട്ടുണ്ട്. മുറിവ് ഇത്ര വേഗം ഭേദമാകുന്നത് അസാധാരണമാണ്. എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് രോഗം പകർന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങും. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രകാശിനെ അവിടെ നിന്നും ഒരു ആംബുലൻസിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം മറഞ്ഞു നിന്ന് ബാസ്കി കാണുന്നുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രകാശിനെ അധികം ആൾതാമസമില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയി കത്തിക്കും. അടുത്ത ദിവസം ബാസ്കിയും സിമ്പന്തികളും കാട്ടിലെത്തി. ജൊനാഥൻ പറഞ്ഞു, ബാസ്കി, നിന്നെ ആ ചെന്നായി കടിച്ചേ പിന്നെ നീ ആളാകെ മാറി. നിന്റെ നടത്തം, നിന്റെ രീതികൾ, എല്ലാത്തിനും മാറ്റമുണ്ട്. നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? മീറ്റ് കഴിക്കാതെ നീ മീറ്റ് കഴിക്കുന്നു. അന്ന് ക്ലിനിക്കിൽ വെച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കിയപ്പോൾ ആ കട്ടിൽ മുഴുവനായിട്ട് ഉയർത്തി ഞങ്ങളെ പേടിപ്പിച്ചു. ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വിളിച്ച് ഈ കാര്യം പറയാൻ പോവുകയാണ്. പെട്ടെന്ന് ബാസ്കിയുടെ രീതി മാറിയിട്ട് അവൻ ജൊനാഥന്റെ കഴുത്തിൽ പിടിച്ച് മരത്തിൽ ചേർത്ത് വെക്കും. ജോ തടയാൻ ശ്രമിക്കുമെങ്കിലും അവനെയും തട്ടി മാറ്റും. അവന്റെ കണ്ണുകൾ ചെന്നായുടെ കണ്ണുപോലെയായി. പെട്ടെന്ന് തന്നെ അവൻ ലൈഫിലേക്ക് തിരിച്ചു വരും. ജൊനാഥനെ വിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകും. അന്ന് വൈകിട്ട് ജോയും ജൊനാഥനും അനികയെ കാണാനായിട്ട് വരും. അനികയോട് അവർ നടന്നതെല്ലാം പറഞ്ഞു. ബാസ്കിക്ക് എന്തോ വിചിത്രമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാണ്ഡാജി കയറി വരും. ജോ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചാണ് പ്രൊജക്ടിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണോ അതോ ഈ പ്രോജക്റ്റ് മുടക്കാൻ നോക്കുകയാണോ ചെയ്യുന്നത്? പാണ്ഡാജി പറഞ്ഞു, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. യാപ്പുവും കാടിനെ കാവൽ ചെയ്യാനായിട്ടുള്ള വൈറസാണ്. ആരെങ്കിലും കാട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ യാപ്പുവും അവരെ ആക്രമിക്കും. യാപ്പുവും ആക്രമിക്കുന്ന വ്യക്തി രാത്രി കാലങ്ങളിൽ ചെന്നായിയായി മാറും. അതുകൊണ്ടാണ് യാപ്പുവിനെ വൈറസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അനിക പറഞ്ഞു, ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ ഈ കാലത്തിലും പറഞ്ഞു വരുത്തണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പാണ്ഡാജി പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. നിങ്ങളും കണ്ണാൽ കാണുമല്ലോ, അന്ന് വിശ്വസിച്ചാൽ മതി. ജൊനാഥന് പാണ്ഡാജി പറയുന്നതിൽ എന്തോ കാര്യമുള്ളതായിട്ട് തോന്നും. ജൊനാഥൻ ചോദിച്ചു, എപ്പോഴാണ് യാപ്പവും കടിച്ച മനുഷ്യൻ ചെന്നായിയായി മാറുന്നത്? പാണ്ഡാജി പറഞ്ഞു, പൗർണമി രാത്രിയിലാണ് സാധാരണഗതിയിൽ ചെന്നായിയായി മാറുന്നത്. ചന്ദ്രനെ നോക്കി അവർ ഓരിയിടും. ഉടൻ തന്നെ അവൻ ചെന്നായിയായി മാറും. അതേസമയം ബാസ്കി ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവന്റെ ദേഹമാസകലം വരിഞ്ഞു മുറുകാൻ തുടങ്ങി. അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കയ്യിലെ നഖം ചെന്നായുടെ നഖം മാതിരിയായി. ദേഹമാസകലം ചെന്നായുടെ രോമം മുളച്ചു. മാത്രമല്ല, ഇട്ടിരുന്ന നീല ബെർമുടയ്ക്കുള്ളിൽ നിന്നും വാലും മുളച്ചു വന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ പൂർണ്ണമായി ഒരു ചെന്നായിയായി മാറിക്കഴിഞ്ഞു. അപ്പോഴേക്കും ജോയും ജൊനാഥനും തിരിച്ച് വീട്ടിലെത്തി. അവർ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ ജനൽ ചില്ലകൾ പൊട്ടിച്ച്
ചെന്നായിയായി മാറിയ ബാസ്കി പുറത്തേക്ക് ഓടി. നീല ബെർമുട കണ്ട ജൊനാഥന് മനസ്സിലായി അത് ബാസ്കിയാണെന്ന്. അവരും കാറും എടുത്ത് അവന്റെ പിന്നാലെ പോയി. കുറച്ചു ദൂരം പോയപ്പോഴേക്കും അവർക്ക് അവനെ മിസ്സായി. വണ്ടി നിർത്തി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ ജൊനാഥൻ പറഞ്ഞു, നമുക്ക് ചെന്നായ്ക്കൾ ഓരിയിടും പോലെ ഓരിയിടാം. അപ്പോൾ ബാസ്കി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമല്ലോ. അവൻ ഇപ്പോഴും പാതി മനുഷ്യനാണല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവർ രണ്ടുപേരും മാറി മാറി ഓരിയിടും. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പെട്ടെന്ന് ജൊനാഥയുടെ കൈതട്ടി കാറിലെ മ്യൂസിക് സിസ്റ്റം ഓണാവും. അപ്പോൾ പ്ലേ ആകുന്നത് ഹിമേഷ് രേഷ്മിയയുടെ തെരാ തെരാ സുറൂർ എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് കേട്ടവർക്കറിയാം സ്റ്റാർട്ടിങ്ങിലെ ഓരിയിടലിന്റെ സാമ്യത. ഉടൻ തന്നെ ഓരിയിട്ടുകൊണ്ട് ചെന്നായിയായി മാറിയ ബാസ്കി അവരുടെ കാറിന്റെ മുന്നിലെത്തും. ബാസ്കി അവരെ ഭയപ്പെടുത്തിയ ശേഷം ആ കാറിന്റെ മുകളിൽ കയറി നിന്ന് ഓരിയിടും. അടുത്ത ദിവസം തിരിച്ച് മനുഷ്യരൂപം കിട്ടിയ ബാസ്കി ഒരു പുഴയ്ക്കരികിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൻ ഉണരും. അവന്റെ കയ്യിലും കഴുത്തിലും മുഖത്തുമെല്ലാം ബ്ലഡ് പറ്റിയിട്ടുണ്ട്. ആ പുഴയിലെ വെള്ളത്തിൽ ആ രക്തക്കറയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചകലെ നിന്ന് മറ്റൊരു ചെന്നായ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൻ കാണും. ബാസ്കി ആ കാട്ടിൽ നിന്നും ഒരു കൃഷിയിടത്തിലൂടെ ഗ്രാമത്തിന്റെ റോഡിലേക്ക് എത്തി. അപ്പോഴേക്കും അനിക സ്കൂട്ടറിൽ പോകുന്നത് അവൻ കാണും. ബാസ്കിയെ കണ്ട ഉടൻ തന്നെ അനിക വണ്ടി നിർത്തിയിട്ട് ബാസ്കിയോട് പറഞ്ഞു, ജോമിയും ജൊനാഥനും എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. തൽക്കാലം എന്റെ ഒപ്പം വണ്ടിയിൽ കയറൂ, വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടാം. അനിക ബാസ്കിയെ വീട്ടിൽ കൊണ്ടുവിടും. ജോയും ജൊനാഥനും കഴിഞ്ഞ ദിവസത്തെ ഞെട്ടല് മാറാതെ അവിടെ ഇരിക്കുകയാണ്. ജൊനാഥൻ പറഞ്ഞു, ഇന്നലെ ഇവൻ ഇട്ടിരുന്ന ബെർമുടയും ഇത് തന്നെയാണ്, ഞങ്ങൾ കണ്ട ചെന്നായി ഇട്ടിരുന്ന ബെർമുടയും ഇത് തന്നെയാണ്. അനിക പറഞ്ഞു, ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇന്നലെ രാത്രി ആരെയാണ് ആക്രമിച്ചതെന്ന് അറിയണം. ബാസ്കി പറഞ്ഞു, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ രാത്രിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, അതാണ് സത്യം. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബാസ്കിക്ക് ഒരു കോൾ വരും. പാണ്ഡാജിയുടെ സീനിയർ എഞ്ചിനീയർ നോരി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ബാസ്കിയും സിമ്പന്തികളും നേരെ നോരിയുടെ ഓഫീസിലേക്ക് എത്തി. ബാസ്കിക്ക് കുറച്ചു ദിവസം മുന്നേ നോരി കണ്ട് സംസാരിച്ചത് ഓർമ്മ വരും. നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കിക്കണം. യാപ്പൂം എന്നുള്ളത് വെറും കെട്ടുകഥയാണെന്നും അങ്ങനെ ഒന്നില്ല എന്ന് നേരി പറഞ്ഞു. ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാം. ബാസ്കി തുടർന്നു, നിങ്ങൾ പിന്നെ എന്തിനാണ് ആദ്യത്തെ മീറ്റിംഗിൽ മരം മുറിക്കുന്നതിനൊക്കെ എതിരഭിപ്രായം പറഞ്ഞത്? നേരി പറഞ്ഞു, ഇവിടെ 83% സ്ഥലവും വനഭൂമിയാണ്. കുറച്ച് കുറഞ്ഞെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പണത്തിന്റെ ട്രാൻസാക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ കൈകൊടുത്ത് പിരിയും. തിരിച്ച് നേരിയുടെ ഓഫീസിൽ പോലീസിൽ ഒരാൾ പറഞ്ഞു, CCTV വിഷ്വൽസ് ഉണ്ട്. നേരിയെ ആരാണ് ആക്രമിച്ചതെന്ന് ഇപ്പോഴറിയാൻ പറ്റും. വിഷ്വൽസ് കണ്ടോണ്ട് നിൽക്കവേ പാണ്ഡാജി പറഞ്ഞു, ബെർമുട ഇട്ട് വന്ന് ആക്രമിക്കുന്ന ചെന്നായി നമ്മുടെ കാട്ടിലുണ്ടോ? ബാസ്കി പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ജോ പറഞ്ഞു, അവൻ കുറച്ച് സെൻസിറ്റീവ് ആണ്, ചോര കണ്ടാൽ തല കറങ്ങും. അത്രയും പറഞ്ഞ ശേഷം അവരും പുറത്തേക്കിറങ്ങും. പുറത്തിറങ്ങിയ ഉടനെ ജൊനാഥൻ പറഞ്ഞു, നിനക്ക് വൊമിറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഇവിടെ വെച്ച് ചെയ്യരുത്. നേരിയുടെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ കുടുങ്ങും. എത്രയും പെട്ടെന്ന് തന്നെ അനികയുടെ ക്ലിനിക്കിലേക്ക് പൊക്കോളും. ഞാന് വീട്ടിൽ പോയി നിന്റെ നീല ബെർമുട കത്തിച്ചു കളയാം. ബാസ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും പുറത്തിറങ്ങിയ ഉടനെ ഇവര് 3 പേരും നിന്ന് സംസാരിക്കുന്നത് ഒരു പോലീസുകാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.